അവർ നിങ്ങളോട് കള്ളം പറഞ്ഞിരിക്കുന്നു. അന്റാർട്ടിക്കയിലെ പിരമിഡുകൾ വെറും മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ മാത്രമല്ല, അവ ഒരു പുരാതന നൂതന സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അന്റാർട്ടിക്കയിലെ മഞ്ഞിനടിയിൽ പിരമിഡിന് സമാനമായ വ്യക്തമായ നിർമ്മിതികൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പിരമിഡുകൾ എത്ര പഴക്കമുള്ളവയാണ്? ഇവ ആരാണ് നിർമ്മിച്ചത്? പുരാതന ഭൂപടങ്ങളിൽ, പ്രത്യേകിച്ച് പിയറി റീസ് ഭൂപടത്തിൽ, മഞ്ഞില്ലാത്ത അന്റാർട്ടിക്കയും വിശദമായ തീരപ്രദേശങ്ങളും പർവ്വതനിരകളും കാണിക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ആധുനിക പര്യവേക്ഷകർ അറിയുന്നതിന് വളരെ മുൻപ് അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ഏലിയൻസ് ആയിരിക്കാം അന്റാർട്ടിക്കയെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്നാണ്. പുതിയ ഗവേഷണങ്ങളും ഗണനങ്ങളും സൂചിപ്പിക്കുന്നത് ഈ അന്റാർട്ടിക്ക പിരമിഡുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ അവസാന ഹിമയുഗത്തിന് മുമ്പ് പോലും ഒരു നൂതന സംസ്കാരം നിർമ്മിച്ചവയാണ് എന്നാണ്. എന്നാൽ ഭൂഖണ്ഡം മഞ്ഞുമൂടിയപ്പോൾ അവരുടെ നിർമ്മിതികൾ കുഴിച്ചിടപ്പെട്ടു, അവരുടെ സാങ്കേതികവിദ്യ നഷ്ടപ്പെട്ടു, ലോകത്തിൻ്റെ ദുരുപയോഗത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ അന്റാർട്ടിക്ക വെറും മഞ്ഞും ഐസും മാത്രമാണെന്ന് കേൾക്കുമ്പോൾ അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ചരിത്രത്തെയെല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ചില സത്യങ്ങളാണെന്ന് നോക്കുക. പുതിയ ചില തിയറികൾ പ്രകാരം അതൊരു UFO ബേസ് ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. സത്യം നഷ്ടപ്പെട്ടിട്ടില്ല, മറഞ്ഞിരിക്കുകയാണ് മൈലുകൾ നീളമുള്ള മഞ്ഞിനിടയിൽ.